നമസ്കാരം. ഞാനൊരു 5 മാസം മുൻപ്, അതായത് ജൂലൈയിൽ എൻ്റെ തറവാട്ടിലെ ഞങ്ങളുടെ ഇവിടുത്തെ നാരായണത്ര അമ്പലത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. ഇത് ഞങ്ങളുടെ തറവാട്ടിലെ അമ്പലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരൊന്നും ആരും അധികം വന്നിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ വന്നു. അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ പല സ്ഥലത്തു നിന്ന് ഇവിടെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്പലവും അതിൻ്റെ ചുറ്റുപാടിനൊക്കെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റമുണ്ട് കഴിഞ്ഞൊരു 5 മാസത്തിനുള്ളിൽ. കാരണം ജൂലൈക്ക് ശേഷം ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടെ വന്ന മാറ്റം, അമ്പലത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അമ്പലത്തിന് ഇപ്പോൾ ധനുമാസത്തിൽ 12 ദിവസത്തെ ഇവിടെ ചുറ്റുവിളക്കുണ്ട്. അപ്പോൾ ചുറ്റുവിളക്കിൻ്റെ ധനു 1 മുതൽ ധനു 12 വരെയാണ്. അപ്പോൾ അത് ഈ ഡിസംബർ 27-നാണ് അവസാനിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ചുറ്റുവിളക്കുണ്ട്. വൈകുന്നേരം 6 മണിക്കാണത്. അപ്പോൾ അതിനൊരുപാട് ഭക്തജനങ്ങൾ വരും. രാവിലെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 11 മണി സമയത്താണ്. ഇപ്പോൾ ഇന്നിവിടെ നാരായണീയം പാരായണം നടക്കുന്നുണ്ട്, വായന നാരായണീയ അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ അമ്പലത്തിൻ്റെ അന്നുണ്ടായിരുന്ന വീഡിയോ നമ്മളുള്ള ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് എടുക്കുന്നതാണ്. ഇവിടെ ഒരു ആല്, ഇതെല്ലാം ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് മാറ്റം വന്നു. കാരണം കാട് പിടിച്ച് കിടക്കായിരുന്നു, അത് ക്ലീൻ ചെയ്തെടുത്തു. ഒരുപാട് അടിക്കാടുകളൊക്കെ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള പ്രമേസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മരങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ. ഇതിന് ഇവിടെ ഈ നാട്ടിൽ തന്നെയുള്ള കുറേ ആൾക്കാരാണ്, കൂടുതലും സ്ത്രീജനങ്ങളെന്ന് പറയാം, ഇതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം താല്പര്യം കൂടിയാണ് ഇതിങ്ങനൊരു മാറ്റം വരുത്താനുണ്ടായൊരു കാരണം. അമ്പലത്തിന് വന്നിട്ടുള്ള മാറ്റം അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകുന്നില്ല. അവരതിനുള്ളിൽ നാരായണി അവിടെ ഉണ്ട്, പാരായണം നടക്കുന്നതാണ്. ഞാൻ ഉള്ളിൽ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഈ പഴയ കുളത്തിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളും ഇതിൽ ജസ്റ്റ് കാണിക്കാം. ഈ സ്ഥലമൊക്കെ ഞാൻ അന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കായിരുന്നു. ഏതാ ഈ ഇതില് കാണാൻ കാരണമല്ല എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ നോക്കൂ, കോളേജിന്ന് ഡോക്ടറാ വരണേ. ഈ കോളേജിന്ന് ഇത് കണ്ടിട്ട് മൊബൈലിൽ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. വന്നു അന്നദാനം ഉണ്ട് പറഞ്ഞ് വരാന്ന് പറഞ്ഞ് പഞ്ചാര പായസം ഇഷ്ടം പോലെ ആള് വരും. ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് ഒന്നും തരത്തില്ല, ചന്ദനം പായസം ഉണ്ടാവും. ഷുഗർ കൂടി ഇറങ്ങി. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ചേട്ടനോട്. അമ്പലത്തിൻ്റെ മുമ്പിൽ ടൈലെല്ലാം ഇട്ടു. പിന്നെ അമ്പലം ഒന്ന് പെയിൻ്റ് അടിച്ചു. കുറേ ചുറ്റുവിളക്കിന് വേണ്ടിയിട്ട് പുതിയ കുറേ വിളക്കുകൾ വെച്ചു. ഈ പ്രിമൈസൊക്കെ ഭയങ്കരമായിട്ട് ക്ലീനായി. അമ്പലത്തിൻ്റെ ചുറ്റുള്ള സ്ഥലങ്ങളാണ്. എൻ്റെ പഴയ വീഡിയോയും ഇതും ഞാനിതിൽ മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ്, എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നാട്ടുകാർ ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ വരിക. കാരണം 25, 26, 27 ഈ 3 ദിവസമാണ് മെയിൻ ഇനിയുള്ള ഫങ്ഷൻ ഉള്ളത്. ഡിസംബർ 25, 26, 27. അതായത് 25-ാം തീയതി ഇവിടെ ഒരു അയ്യപ്പൻ പാട്ടുണ്ട്. 26-ന് മുരളി പൊറനാട്ടുകാരുടെ പ്രഭാഷണം ഉണ്ടാവും. 27 അവസാനത്തെ ദിവസം ഈ ഒരു തായമ്പുക ഉണ്ട്. ഒപ്പം അത് കഴിഞ്ഞ് എല്ലാവർക്കും അന്നദാനവും. അത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അങ്ങനെ നാട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിന് മാറ്റം കൊണ്ടുവരാം, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാം എന്നുള്ളതിനൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അമ്പലത്തിൻ്റെ കൂടുതൽ വിഷ്വൽസ് ഞാൻ മറ്റേ സൈഡിലും കൂടി പോയിട്ട് കാണിച്ചു തരാം. ഇത് അയ്യപ്പനാണ്. ഇത് എൻ്റെ പഴയ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ചേഞ്ച് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും ഈ അയ്യപ്പനാണ് ചുറ്റുവിളക്ക് നടക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പന്തലും കാര്യങ്ങളും. ഇവിടെ കെട്ടുനിറയൊക്കെ ഉണ്ടായിരുന്നു. ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ ഈ അമ്പലത്തിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ പേര് കൃഷ്ണ എന്നാണ്. കൃഷ്ണ ആരെ ഉണ്ണി എന്നാണ് ഇവിടേക്ക് വിളിക്കുക. ആളിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പേരെന്ത്? കൃഷ്ണ എന്നല്ല? എൻ്റെ പേര് ശരിക്ക് ടി.എൻ. കൃഷ്ണ. എല്ലാവരും. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി, ഈ പ്രിമൈസും കാര്യങ്ങളൊക്കെ നോക്കി ഇത്രയും ഭംഗിയാക്കിയിട്ട് അമ്പലത്തിനെ പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. അങ്ങനെയില്ല, എല്ലാം ഭഗവാൻ ഉണ്ണി എന്നല്ല വിളിക്കുക. എല്ലാവരും ഉണ്ണിന്ന് വിളിക്കും, എല്ലാവർക്കും ഉണ്ണിയേട്ടെന്ന് വിളിക്കും. റെക്കോർഡിക്കെല്ലാം ടി.എൻ. കൃഷ്ണ എന്നാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഭഗവാൻ ഉണർന്നു, എണീറ്റ സമയത്ത് കണ്ടത് ഞങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അത് ചെയ്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങളുടെ അന്ത്യം വരയ്ക്കും അതുണ്ടായിരിക്കും. ക്ഷേത്രം അതിശയവിധത്തിലാണ്, ഭയങ്കര അതിശയമാണ്. ഇത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രം ഇത്രയും ഭംഗിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഭംഗിയാവും. അപ്പോൾ ആവട്ടെ, ഭംഗിയാവും. അതൊക്കെ ഭഗവാൻ ശരിയാക്കി തരും. എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും ജോലിക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മറ്റന്നാളത്തെ അവസാനത്തെ ദിവസം പറഞ്ഞല്ലോ, ധനു 1 തൊട്ട് 12 ദിവസം ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്സവമൊക്കെ നടന്നുണ്ട്. അതിനുശേഷം പിന്നെ ചടങ്ങ് ചെറിയ രീതിയിൽ നിന്നു. എല്ലാം ചെറുതായിട്ടൊരു ചടങ്ങ് നടക്കും, അതാരും അറിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾ ധനു 1 തൊട്ട് 12 വരയ്ക്കും ഒരു ഉത്സവം പോലെ ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ വരുന്നു, ഭഗവാനെ ദർശിക്കുന്നു, അനുഗ്രഹം വാങ്ങുന്നു. 25, 26, 27 ഈ ഡിസംബർ 2024 3 ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പനാണ് ആ ഉത്സവം നടക്കുന്നത്. അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഗംഭീരമാണ്. നരസിംഹമൂർത്തി, അയ്യപ്പൻ, ഗണപതി, നാഗം, അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ അയ്യപ്പനാണ് ഈ ധനുമാസത്തിലെ ഈ 12 ദിവസം ഉത്സവമായിട്ട് കാണുന്നത്. അത് 25-ാം തീയതി ഉടുക്കൊട്ടുംപാട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. 26-ന് മുരളി പുറനാട്ടുകാരുടെ പ്രഭാഷണമുണ്ട്. അന്നേ ദിവസം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ ഭഗവാന്റെ സുപ്രഭാതം രചിച്ചു പോയിട്ടുണ്ട്, സമർപ്പിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ സുപ്രഭാതം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ഭഗവാന്റെ സുപ്രഭാതമായിട്ട് ഞങ്ങൾ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം 26-ാം തീയതി ആ ദിവസം നിർവഹിക്കുന്നുണ്ട്. അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാം ഭാഗ്യം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ വരാനും ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കാനും. 27-ാം തീയതി അന്നദാനം. 27-ാം തീയതി അന്നാണ് സമാപന ദിവസം. അപ്പോൾ ഭഗവാന് നിറപ്പറ ചൊരിഞ്ഞ് തേങ്ങ ഉടച്ച് നാളികേരം ഉടച്ച് സമാപന ദിവസമാണ്. അന്ന് തായമ്പക പറഞ്ഞിട്ടുണ്ട്. കണ്ണന്മാരാരുടെ പ്രശസ്തനായിട്ടുള്ള കണ്ണന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തായമ്പകയും അന്നദാനവും അന്ന് വൈകിട്ട് നടത്തി പരിപാടി സമാപിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും വരിക. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അറിഞ്ഞിട്ടാണെങ്കിലും വരിക. 27-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ തുടങ്ങും. ചുറ്റുവിളക്കില്ലേ, 6 മണി മുതൽ ചുറ്റുവിളക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് തായമ്പകം ഉണ്ടാവും. അത് കഴിഞ്ഞ് അന്നദാനം, സമാപന ചടങ്ങ് കഴിഞ്ഞിട്ട് അന്നദാനം. അപ്പം അങ്ങനെ വരിക, എല്ലാവരും അമ്പലത്തിൽ വരിക. ഞങ്ങളുടെ കൊളങ്ങാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചൂലിശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഉള്ളിലുള്ളൊരു അമ്പലമാണ്. എല്ലാവരും വരിക. 27-ാം തീയതിയിലുള്ള അവസാനത്തെ ദിവസത്തെ 10ാമത് ആഘോഷമാണ്. അവസാനത്തെ ദിവസത്തെ ആഘോഷത്തിൽ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ ഈ വീഡിയോ കഴിയാവുന്ന ആളുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിതിനടിയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഇത് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ വ്യൂ പോവുള്ളൂ. അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാവുന്നത്ര ഷെയർ ചെയ്യുക. നിങ്ങളുടെ പറ്റാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളുടെ വാട്സപ്പിലോ അതിൽ അയച്ചു കൊടുക്കുക. അവരോട് ഷെയർ ചെയ്യാൻ പറയാം. നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലമല്ലേ, അപ്പോൾ ആളുകൾ കാണട്ടെ. എല്ലാവർക്കും, ഈ നാട്ടുകാർക്കെല്ലാം ഭയങ്കര വിശ്വാസമുണ്ട്. അപ്പോൾ അത് പറ്റാവുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.